ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലിയാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇത് നമ്മളൊരു പിസയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ പിസ്സ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു ബൗളിൽ 250 ഗ്രാം മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂണ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കുക. ശേഷം 1 സ്പൂണ് പഞ്ചസാര, അതിനുശേഷം അല്പം ഉപ്പ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് 1 സ്പൂണ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇവയെല്ലാം ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇത് കുഴച്ചെടുക്കാം. ഈ മാവൊക്കെ നന്നായിട്ട് നമുക്ക് ഈ ഇളം ചൂട് വെള്ളത്തിലാണ് നമ്മളിത് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ സാധാരണ നമുക്ക് ഒരു മാവ് എങ്ങനെ കുഴച്ചെടുക്കാവുന്നോ അതേ രീതിയിൽ തന്നെ നമ്മൾ ഈ മാവ് നന്നായിട്ട് കുഴച്ചെടുക്കുക. പിന്നെ മറ്റൊരു ബൗൾ എടുത്തതിന് ശേഷം നമുക്കതിൽ എണ്ണ എല്ലായിടത്തും ഒന്നായിട്ട് നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഈ ബൗളിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന മൈദ നമ്മൾ വെച്ച് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ മുകളിലായിട്ട് ഒരല്പം നനവോട് കൂടിയിട്ടുള്ള ഒരു തുണി വെച്ച് കൊടുക്കുക. ഇതിന് മുകളിലായിട്ട് നമ്മളൊരു പ്ലേറ്റും കൂടെ വെച്ച് കൊടുത്തിട്ട് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ്. അപ്പോൾ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ച മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പിസ്സയ്ക്ക് വേണ്ടിയുള്ള സോസ് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. 1 തക്കാളി, കുറച്ച് ക്യാപ്സിക്കം, അതുപോലെ തന്നെ കുറച്ച് സവോള, 3 അല്ലി വെളുത്തുള്ളി, ഇവയെല്ലാം കൂടെ നമുക്കൊരു കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കാം. വേവിച്ചെടുത്തതിന് ശേഷം അതൊന്ന് അരച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് 1 സ്പൂൺ കാശ്മീർ ചില്ലി, പക്ഷെ നമ്മൾ സാധാ മുളക് പൊടിയാണ് ഇടുന്നത്, പക്ഷേ കാശ്മീർ ചില്ലിയാണ് നല്ലത്. പിന്നെ 1 സ്പൂൺ പഞ്ചസാര, അല്പം ഉപ്പ്, പിന്നെ 1 സ്പൂണ് സോസ്. ഇത് ചേർത്തിട്ട് നമുക്ക് എന്ത് ചെയ്യുക, ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിത് വഴറ്റി വരുന്നത് വരെ ഇടയ്ക്കിടയ്ക്കായിട്ട് നമുക്ക് ഇത് ഇളക്കി കൊടുക്കണം. പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നതിനായിട്ട് നമ്മൾ 300-150 ഗ്രാം എല്ലില്ലാത്ത ചിക്കനാണ് എടുത്തിട്ടുള്ളത്. 1 സ്പൂണ് മുളക് പൊടി, ശേഷം നമുക്കതിലേക്ക് അല്പം ഉപ്പ്. ചിക്കൻ്റെ അളവ് നിങ്ങൾക്ക് എത്രത്തോളം വേണോ അതിനനുസരിച്ച് എടുക്കാവുന്നതാണ്. പിന്നെ 1 സ്പൂണ് കോൺഫ്ലവർ, പിന്നെ 1 സ്പൂണ് സോസ്. ഇവ ചേർത്തതിന് ശേഷം നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ പാൻ എടുത്ത് അടുപ്പത്ത് വെച്ചിട്ട് അതിൽ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മുടെ ചിക്കന് ഇട്ട് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്കായിട്ട് തിരിച്ചു മറിച്ചു ഇട്ടുള്ള രീതിയിൽ നമുക്ക് ചിക്കൻ വേവിച്ചെടുക്കാം. നമ്മളിപ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ വേവിച്ചെടുക്കുക. പൊങ്ങി വന്നിട്ടുണ്ടായിരുന്ന മാവ് നമ്മളൊന്നുകൂടി കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും പൊങ്ങി വന്നതായിരുന്നു. പിന്നെ നമ്മൾ ഒന്നും കൂടെ അതൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പിസ്സയിൽ ചേർത്ത് കൊടുക്കുന്നതെന്ന് പറയാം. നേരത്തെ ഫ്രൈ ചെയ്ത ചിക്കന്, സോസ്, ക്യാപ്സിക്കം, അതേപോലെ മൊസറല്ല ചീസ്. പിന്നെ ഒരു പാൻ എടുത്ത് വെച്ചിട്ട് അതിൽ നമ്മൾ നമ്മുടെ മാവ് എല്ലായിടത്തും ആവുന്ന രീതിയിലൊന്ന് പരത്തി കൊടുക്കുകയാണ്. അതിലേക്ക് ആദ്യം സോസാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതെല്ലായിടത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. സോസ് ചേർത്ത് കൊടുത്തതിന് ശേഷം മൊസറല്ല ചീസും അതുപോലെ തന്നെ എല്ലായിടത്തുമായിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ആഡ് ചെയ്യുന്നത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കനാണ്. അതും അതുപോലെ തന്നെ എല്ലായിടത്തുമായിട്ട് ഇട്ട് കൊടുക്കുക. കുറച്ച് നമ്മൾ ക്രഷ് ചെയ്ത രീതിയിലും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിന് മുകളിലായിട്ട് നമ്മൾ ക്യാപ്സിക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ അളവ് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അതിന് മുകളിലായിട്ട് വീണ്ടും നമ്മൾ മൊസറല്ല ചീസ് തന്നെ ആഡ് ചെയ്യുകയാണ്. പിന്നെ അല്പം ക്യാബേജും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മളെല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. വേവിച്ചെടുക്കുന്നതിനായിട്ട് നമ്മളൊരു കല്ലിൻ്റെ മുകളിലായിട്ടാണ് ഇത് വെച്ച് കൊടുക്കുന്നത്. ശേഷം അത് അടച്ചു വെക്കുക. ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കുക. ഇപ്പോൾ താഴെ സെറ്റായിട്ടുണ്ടാവും. ഇനി മുകളിൽ സെറ്റാവുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്റ്റീലിൻ്റെ മൂടി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ചൂടായ കല്ല് വെച്ചിട്ട് സ്റ്റവ് ഓഫാക്കിക്കൊണ്ട് തന്നെ ഒരു 10 മിനിറ്റ് വെച്ച് വേവിക്കുക.
അങ്ങനെ നമ്മുടെ പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നിങ്ങൾ എന്തായാലും വീട്ടിലിത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയിൽ വരുന്നത് വരേക്കും എല്ലാവർക്കും ബായ്.